അനശ്വരനായ മാധവജി വരും തലമുറയുടെ പ്രേരണാശക്തിയെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ കൊച്ചിയിൽ നടന്ന മാധവജി അനുസ്മരണ സമ്മേളനത്തിലും പുസ്തക പ്രകാശന ചടങ്ങിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം. മാധവജിയുടെ ലേഖനങ്ങളും സ്മൃതികളും ഉൾപ്പെടുന്ന 3 പുസ്തകങ്ങളാണ് ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. കുരുക്ഷേത്ര പ്രകാശനാണ് പ്രസാധകർ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ആദ്യകാല പ്രചാരകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന മാധവ്ജിയുടെ അനശ്വര ലേഖനങ്ങൾ ഉൾപ്പെടെ 3 പുസ്തകങ്ങൾ പ്രൗഢഗംഭീര സദസ്സിനു മുന്നിൽ പ്രകാശനം ചെയ്തു. മാധവ്ജി അനുസ്മരണ ചടങ്ങിൽ പുസ്തകങ്ങൾ അമൃതാനന്ദമയ മഠം പൊതുകാര്യദർശി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറവൂർ ജ്യോതിസിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. അനശ്വരനായ മാധവ്ജി വരും തലമുറയുടെ പ്രേരണാശക്തിയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി. മാധവ്ജി എത്രയോ തലമുറകളോളം മരിക്കാതെ, മങ്ങാതെ, മായാതെ, മറയാതെ ആ വ്യക്തിത്വയുടെ പ്രശോഭിക്കും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നതൊന്നും താൽക്കാലികമായ ക്ഷണികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹം ചെയ്തതെല്ലാം ശാശ്വതമായ, എന്നെന്നും നിലനിൽക്കേണ്ടതായ ഈ നാടിൻ്റെ സമഗ്രമായ സമൂലമായ പരിവർത്തനത്തിനും നവോത്ഥാനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വരും തലമുറ ഓർക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ അവർ ഒരു പ്രേരണാശക്തിയായി അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുരുക്ഷേത്ര പ്രകാശൻ ഡയറക്ടർ ബി വിദ്യാസാഗരൻ പുസ്തക പരിചയം നടത്തിയ ചടങ്ങിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, പറവൂർ ജ്യോതിസ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, കാഭ സുരേന്ദ്രൻ, RSS ദക്ഷിണ കേരളം പ്രാന്തപ്രചാരക് S സുദർശൻ തുടങ്ങിയവരും സംസാരിച്ചു. സാധാരണ സംഘത്തിൽ പറയാറുണ്ട്, സംഘം ഒന്നും ചെയ്യാറില്ല, സ്വയം സേവകൻ ഒന്നും ഉപേക്ഷിക്കാറുമില്ല എന്ന്. സംഘ കുച്ചിനെയും കരയുക, സ്വയം സേവക് കുച്ചിനെയും ചോടേക എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് മാധവജിയുടെ ജീവിതം നോക്കിയാൽ മതി. സംഘത്തിനുള്ളിലല്ല, സംഘത്തിന് പുറത്ത് നിന്നുകൊണ്ട് സജ്ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടുള്ളതാണ് ബ്രാഹ്മണ്യം എന്ന മഹത്തായ ആശയം സമൂഹത്തിന് പകർന്നു നൽകിയ മാധവ്ജി എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നതിന്റെ തെളിവായിരുന്നു എറണാകുളം സഹോദര സൗധം വേദിയിലെ തിങ്ങി നിറഞ്ഞ സദസ്സ്. ജനം, കൊച്ചി.